നമസ്കാരം. ദക്ഷിണകാശിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അക്കരെ കൊട്ടിയൂര് മണിത്തറയും അമ്മാറക്കല്ലും ഒക്കെ കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. അതാണ് വാളറ. വാളറയിൽ നമുക്ക് പ്രധാനമായിട്ടും 4 വാളുകളാണ് കാണാൻ സാധിക്കുക. അതിൽ ഒരു വാള് മുതിരേരിയിൽ നിന്ന് വരുന്ന വാളാണ്. മുതിരേരിയിൽ നിന്ന് വരുന്ന വാളിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ദക്ഷന്റെ തലയറുത്തതിനു ശേഷം വീരഭദ്രൻ ആ വാള് വലിച്ചെറിഞ്ഞെന്നും ആ വലിച്ചെറിഞ്ഞ വാള് മുതിരേരിയിൽ എത്തിയെന്നുമാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാ തവണയും വൈശാഖോത്സവത്തിൻ്റെ സമയത്ത് മുതിരേരിയിൽ നിന്നും കാൽനടയായിട്ട് ഓടിയൊക്കെയാണ് ആ വാൾ ഈ പറയുന്ന നമ്മുടെ അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തുന്നത്. ഉത്സവം ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഈ പറയുന്ന മുതിരേരി വാൾ നമ്മൾ ഇവിടേക്ക് എത്തുന്നത്, അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു 3 വാളുകളാണ് ചപ്പാരം വാളുകൾ. ഈ ചപ്പാരം വാളുകളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ട ഒരു സ്ഥലമാണ് മണത്തണ. കൊട്ടിയൂർ ക്ഷേത്രവും കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ള ഒരു ഗ്രാമപ്രദേശമാണ് കൊട്ടിയൂരുമായിട്ട് അടുത്ത് കിടക്കുന്ന മണത്തണ. മണത്തണയിൽ സപ്തമാതൃപുരം എന്ന് പറയുന്ന സ്ഥലത്തൊരു ക്ഷേത്രമുണ്ട്, ഒരു ദേവീക്ഷേത്രം. അവിടെ സപ്തമാതൃക്കൾ സാന്നിധ്യം അരുളുന്നുവെന്നും സാക്ഷാൽ സതീദേവി സാന്നിധ്യം അരുളുന്നുവെന്നാണ് വിശ്വസിച്ചു വരുന്നത്. അതിന് ചപ്പാരം ക്ഷേത്രം എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ചപ്പാരം ക്ഷേത്രത്തിൽ നിന്ന് ദേവിയുടെ സാന്നിധ്യമായിട്ട് പറയപ്പെടുന്ന 3 വാളുകൾ കൂടി ഈ പറയുന്ന വാളറയിലേക്ക് എത്താറുണ്ട്. അപ്പോൾ മഹാദേവൻ മാത്രമായിട്ടല്ല വൈശാഖോത്സവം നടക്കുന്നത്, ദേവി അതായത് വാളിൻ്റെ സാന്നിധ്യത്തിൽ സാക്ഷാൽ സതീദേവി ഈ സ്ഥലത്തേക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തുന്നതോടുകൂടിയാണ് കൊട്ടിയൂർ വൈശാഖോത്സവം ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന വാളറയിലുള്ള 4 വാളുകൾ, ഒന്ന് മുതിരേരിയിൽ നിന്നുള്ള വാളുകളും മറ്റു 3 വാളുകൾ ചപ്പാരം വാളുകളുമാണ്. അപ്പോൾ ഈ വാളറ എന്ന് പറയുന്നത് ഈ പറയുന്ന കൊട്ടിയൂർ ഉത്സവവുമായിട്ട് വളരെ പ്രധാനപ്പെട്ട സവിശേഷമായിട്ടുള്ളൊരു സ്ഥാനമാണ്. വാളാട്ടം പോലുള്ള ചടങ്ങുകളൊക്കെ കൊട്ടിയൂർ കൃത്യമായിട്ടും നടന്നു പോകുന്നുണ്ട് വൈശാഖോത്സവ കാലഘട്ടത്തിൽ. അപ്പോൾ ഇനി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന സമയത്ത് അക്കരെ കൊട്ടിയൂരിൽ തിരുവഞ്ചിറയിലുള്ള വാളറ കൂടെ കണ്ട് സന്ദർശിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.